നമസ്കാരം. പലപ്പോഴും സ്പീക്കർ പദവിയിലിരിക്കുന്നവർ ഭരണപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അത് നമ്മൾ കാണുന്നതുമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരള നിയമസഭയിലെ സ്പീക്കർ എന്ന് പറയപ്പെടുന്ന എൻ ഷംസീറിൻ്റെ പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തെ പലപ്പോഴും അമ്പരപ്പിക്കാറുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് കൂട്ടായി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാറുമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഒരു സ്പീക്കർ നല്ലതാണ് എന്ന്. കാരണം പ്രതിപക്ഷത്തിൻ്റെ വാദഗതികൾ എന്താണോ അത് പറയുവാനുള്ള അവസരം വളരെ കൃത്യമായി നൽകുന്ന ഒരു സ്പീക്കർ. അതുമാത്രമല്ല, ഭരണപക്ഷത്തെ പിടിപ്പുകേടുകൾ തുറന്നു കാണിക്കുമ്പോൾ അറിയാതെ സരസഭാവത്തോടുകൂടി ചിരി അടക്കാൻ കഴിയാതെ ഇരിക്കുന്ന എം ഷംസീർ എന്ന സ്പീക്കറിനെ കാണാൻ കഴിയുന്നതും ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് എന്ന് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ സ്പീക്കർ നിയമസഭയെ നയിക്കുന്നതല്ലേ നല്ലത് എന്ന് തോന്നിപ്പോകും. കാരണം ഭരണപക്ഷത്തെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെയും ഒരേപോലെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും സരസഭാവത്തോടുകൂടി അതിനെ കാണുവാനും എം ഷംസീറിന് കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. പലപ്പോഴും ഈ സ്പീക്കർ പദവിയിലല്ലാതെ MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ എം ഷംസീർ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ തീപ്പൊരി പ്രാസംഗികനും ഒപ്പം തന്നെ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കോമ്രേഡുമായിരുന്നു. ആ സഖാവിൽ നിന്ന് മാറി സ്പീക്കർ പദവിയിലേക്ക് എത്തുമ്പോൾ ആ പദവിയുടെ എല്ലാ തരത്തിലുമുള്ള അന്തസ്സും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എം ഷംസീർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ വാക്കുകളിൽ എനിക്ക് ചിലപ്പോൾ തോന്നിയതാകാം, മറ്റുള്ളവർക്കത് തോന്നണമെന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭരണപക്ഷത്തെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുള്ള ആ നേതാവ് വീണ്ടും ഒരു അമ്പരപ്പ് നടത്തിയിരിക്കുന്നു. ഭരണപക്ഷത്തെ അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിന് ശേഷവും സ്പീക്കർ എം ഷംസീർ തുടരുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം അവസാനിച്ചത് എല്ലാവരും കണ്ടതാണ്. പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകൾ പ്രശംസിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ സ്പീക്കർ പോസ്റ്റ് ഇട്ടത്. നിയമസഭയിൽ മന്ത്രിമാർക്കെതിരെ അടക്കം കടുത്ത നിലപാട് സ്വീകരിക്കുകയും ആ സ്പീക്കറും ഇക്കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ മദർഷിപ്പിൻ്റെ ട്രയൽ റൺ വേദിയിൽ വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ ചരിത്രവും പറഞ്ഞ മുഖ്യമന്ത്രി പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന സ്പീക്കർ പിന്നീട് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നായിരുന്നു സ്പീക്കർ എം ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു വച്ചത്. ഇതോടെയാണ് ഇക്കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിലെ സ്പീക്കറുടെ ഇടപെടലുകൾ ചർച്ചയാക്കിയിരിക്കുന്നത് ഭരണപക്ഷം. സഭാ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിനോട് സ്വീകരിക്കുന്ന സമീപനമല്ല സ്പീക്കർ ഭരണപക്ഷത്തോട് സ്വീകരിച്ചത് എന്ന ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകും. സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്ന രീതി പിന്തുടരുന്നു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് പോലും. പക്ഷെ ഭരണപക്ഷത്തിന് പലപ്പോഴും എതിരഭിപ്രായമുണ്ട്. നിയമസഭയിൽ പലപ്പോഴും പ്രതിപക്ഷത്തിന് ആവശ്യത്തിനും അനാവശ്യത്തിനും സമയം നൽകുന്നു എന്നുള്ള മന്ത്രി MP രാജേഷിൻ്റെ പരാതിയടക്കം മുമ്പിലുണ്ടായിരുന്നു. അതിന് ചുട്ട മറുപടി തന്നെയാണ് സ്പീക്കർ അന്ന് നിയമസഭയിൽ നൽകിയത്. അപ്പോൾ സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കർ രണ്ടുപേർക്കും തുല്യ പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന നിഷ്പക്ഷനാകുന്നത് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട് എന്നുകൂടി പറയട്ടെ. നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറുടെ ഈ ഒരു രീതി എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അനുകരണീയമാണ്. അത് ഭരണപക്ഷത്തിന് അവരെ മറ്റുള്ള പ്രതിപക്ഷക്കാർ വെല്ലുവിളിക്കുകയോ അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്തുവാനോ അതിനുവേണ്ടി കാർക്കശ്യം കാണിക്കുവാനോ പോകുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് സ്പീക്കർക്കെതിരെ. പക്ഷേ അത് ശരിയല്ല. കാരണം സ്പീക്കർ ചെയ്യുന്ന ആ ഒരു പദ്ധതി, അതായത് സ്പീക്കർ എന്ന് പറയപ്പെടുന്ന സഭയുടെ നാഥനാണല്ലോ, ആ സഭയുടെ നാഥൻ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് രണ്ടുപേർക്കും സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നൽകുകയും ആ അവസരങ്ങൾ പലപ്പോഴും പരസ്പരം ഭരണപ്രതിപക്ഷങ്ങൾ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും സന്തുഷ്ടനായി കാണുന്ന എം ഷംസീറിനെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കാരണം ഷംസീർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തനാകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഷംസീറിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അങ്ങ് ഈ സ്പീക്കർ ഡയസിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ മുൻവശത്ത് ഭരണപക്ഷത്തിരിക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന പഴയ DYFI നേതാവിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എം ഷംസീറിന് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്ത ഉണ്ടായേക്കാം. കാരണം തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്നവർ മന്ത്രിയാവുകയും അതിന് മുകളിലേക്കൊക്കെ നടന്നു കയറുകയൊക്കെ ചെയ്യുന്നത് നോക്കിക്കാണേണ്ടി വന്ന ഷംസീറിനെ പോലൊരു കടുത്ത CPM അനുഭാവിയും CPM സഖാവുമായിട്ടുള്ള CPMകാരനുമായിട്ടുള്ള എം ഷംസീറിന് പലപ്പോഴും അദ്ദേഹം
അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവസരങ്ങൾ, അർഹിച്ച അവസരങ്ങൾ പലപ്പോഴും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിക്കുപ്പായമൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുമായിരുന്നു, പക്ഷേ അതുപോലും നൽകിയില്ല എന്നുള്ളതാണ്. 3 വട്ടം ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിലേക്ക് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് എ എം ഷംസീർ. പലപ്പോഴും അദ്ദേഹം ഭരണപക്ഷത്തെ MLA ആയി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദങ്ങൾ അരോചകമാകാറുണ്ട് പ്രതിപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ദഹിക്കാത്ത പല കാര്യങ്ങളും ഈ എ എം ഷംസീർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നും ഭരണപക്ഷം പക്ഷേ സ്പീക്കറുടെ ഈ നടപടിയിൽ ഖിന്നരാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതിൽ അസംതൃപ്തിയും അതൃപ്തിയുമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ പാർട്ടി അണികളും പാർട്ടിക്കാരുമൊക്കെ സ്പീക്കർക്കെതിരെ വാളോങ്ങാൻ തയ്യാറെടുക്കുകയാണ്. സ്പീക്കർ പദവിയിൽ നിന്ന് എ എം ഷംസീറിനെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പാർട്ടിയിലെ പ്രതാപകാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ പിന്തുണ ഉണ്ടായിരുന്ന എ എം ഷംസീറിന് ഇന്ന് മറ്റ് പിടിവലികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഗോവിന്ദൻ പറയുന്നതും പിണറായി പറയുന്നതും ഒന്നായിരിക്കും. അതായത് സ്പീക്കർ പദവിയിൽ നിൽക്കുന്ന എ എം ഷംസീർ വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചാൽ അതേ പല്ലവി തന്നെ ഗോവിന്ദനും പറയും. അതോടുകൂടി പാർട്ടി പറയുന്ന കാര്യങ്ങൾ ശിരസാ വഹിക്കേണ്ട നിലപാടിലേക്ക് ശ്രീ എ എം ഷംസീർ എത്തപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നിഷ്പക്ഷമായി കണ്ടുപോകുന്ന എ എം ഷംസീറിനെ വിമർശിക്കാൻ കാണിക്കുന്ന ഈ ഭരണപക്ഷത്തിൻ്റെ രീതി എന്ന് പറയപ്പെടുന്നത് എ എം ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അദ്ദേഹത്തെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യം ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ പിണറായി വിജയൻ സഖാവിനുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.